ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു കോൺഗ്രസ്. മറ്റന്നാൾ AICCയും നിരീക്ഷകർ പങ്കെടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തോടെ ആ ചർച്ചകൾക്ക് തുടക്കമാകും. ഭരണം കിട്ടിയാൽ ഈ മാസം 8-നും 10-നും ഇടയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കാനാണ് AICC നീക്കം. 80 മുതൽ 85 സീറ്റിൽ വരെ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. ഇടതുവിരുദ്ധ തരംഗമുണ്ടായാൽ 95 കടക്കും. ഈ ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തുടർ നടപടികളിലേക്ക് കോൺഗ്രസ് കടന്നത്. മറ്റന്നാൾ AICC നിരീക്ഷകർ പങ്കെടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്. യോഗത്തിൽ MLA-മാരുടെ അഭിപ്രായം തേടും. ബുധനാഴ്ച ഘടകകക്ഷികളുമായുള്ള യോഗം. 7 നേതാക്കൾ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. MLA-മാർക്ക് പുറമെ ഭാരവാഹികളുടെയും മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം തേടും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യുവ വനിതാ പ്രാതിനിധ്യം ഉൾപ്പെടുത്തി 3-ൽ കൂടുതൽ പേരുകൾ പരിഗണനയ്ക്ക് വരട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. 8-നും 10-നും ഉള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു പ്രഖ്യാപിക്കാനാണ് തീരുമാനം. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ട്, മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്, ജനങ്ങളുടെ പ്രതികരണം, ഇതെല്ലാം നല്ല കോൺഫിഡൻസിന് വക നൽകുന്നുണ്ട്. ഇന്നും VD സതീശനായി സംസ്ഥാനത്ത് അങ്ങിങ്ങ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പട നയിച്ചവൻ നാടു നയിക്കട്ടെ എന്നതുൾപ്പെടെയുള്ള വാചകങ്ങളാണ് ഫ്ലെക്സുകളിൽ. ഹരിപ്പാട് സ്ഥാപിച്ച ഫ്ലെക്സ് പിന്നാലെ അജ്ഞാതർ നശിപ്പിച്ചു. സതീശനായ ഫ്ലെക്സെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കായി കുർബാനയാണ്. പരുമലപ്പള്ളിയിൽ പള്ളിപ്പാട് മണ്ഡലം പ്രസിഡന്റ് സിജോ കുഞ്ഞാണ്ടിയാണ് കുർബാന നേർന്നത്. എന്നാൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ പ്രതികരിക്കാൻ സതീശനും ചെന്നിത്തലയും തയ്യാറായില്ല. നാളെ 8 മണിക്ക് വോട്ട് എണ്ണൽ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. UDF നല്ല വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.